ഉമാ തോമസ് MLA മാധ്യമങ്ങളെ കാണുകയാണ് നവജാത ശിശുവിനെ എറിഞ്ഞുകൊന്ന സംഭവത്തിൽ. അതിനുശേഷമാണ് ഓരോരുത്തർ എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്കിത് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ പോലും മോളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും കവർ എറിയുന്നുണ്ടോയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ പോലീസിൻ്റെ ഇത് ശരിക്കും ആമസോണിൻ്റെ എന്തോ ഒരു കവറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. തീർച്ചയായിട്ടും ക്ലൂസ് ഉണ്ട്. ബ്ലഡ് സ്റ്റെയിനും കാര്യമൊക്കെ ഉള്ളത് കാരണം അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഡിലേ ആണ്. ഫോറൻസിക് ഉണ്ട്. എല്ലാവരും അന്വേഷിച്ച് കഴിയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ധരിക്കേണ്ടത് ഈ കുഞ്ഞിന്റെ ഡെലിവറി ഈ ഫ്ലാറ്റിനുള്ളിൽ വെച്ച് നടന്നു എന്നല്ലേ കരുതേണ്ടത്? മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് 100% ഒന്നും പറയാൻ വയ്യ. അങ്ങനെ തന്നെ ആവണമല്ലോ. സംസാരിച്ചു, ക്ലൂ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ക്ലൂയിൽ നിന്ന് നമുക്ക് ഒരു കൺഫർമേഷനിലേക്ക് എത്താൻ പറ്റില്ല. ഹലോ. കൊച്ചി പനമ്പള്ളി നഗറിൽ നടുറോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ DCP സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു. ആമസോണിന്റെ പാഴ്സൽ കവറിലാക്കിയാണ് കുഞ്ഞിനെ എറിഞ്ഞത്. ഇതിലെ മേൽവിലാസം കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. വിനീത വിജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, പോലീസ് പ്രതികരിക്കുന്നത് ചില സൂചനകൾ കിട്ടിയെന്നല്ലേ, എന്തൊക്കെയാണ് പറയുന്നത്? വേണു, അല്പസമയത്തിനകം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. അതിനായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മറുവശത്ത് ഫോറൻസിക് വിഭാഗം എത്തി ഫ്ളാറ്റിലൊക്കെ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചത്, ഈ വലിച്ചെറിഞ്ഞത് ഒരു ആമസോണിന്റെ പാഴ്സൽ കവറിലാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കവറിൽ ഒരു അഡ്രസ് ഉണ്ട്. ഈ അഡ്രസ് കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഒപ്പം തന്നെ ഈ ഫ്ളാറ്റിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 23 കുടുംബങ്ങളാണുള്ളത്. അതിൽ 3 ഇടങ്ങളിൽ ആൾതാമസമില്ല. പുറത്തുനിന്ന് ആരെങ്കിലും അവിടെ എത്തി ഈ കുഞ്ഞിനെ ഇത്തരത്തിലേക്ക് ഉപേക്ഷിച്ചതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നേരത്തെ ആശാവർക്കറെ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചുകൊണ്ട് അവരിൽ നിന്നൊക്കെ വിശദാംശങ്ങൾ പോലീസ് തേടിയിരുന്നു. അപ്പോൾ ഈ ഫ്ളാറ്റിലുള്ള കുഞ്ഞുങ്ങളൊക്കെ തന്നെ സുരക്ഷിതരാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പുറത്തുനിന്ന് ആരെങ്കിലും എത്തി ഇത്തരത്തിലേക്ക് കുഞ്ഞിനെ ഉപേക്ഷിച്ചതാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ പോലീസ് പരിശോധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പനമ്പള്ളിയിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ആ ഭാഗത്ത് ഇപ്പോഴും കുഞ്ഞിന്റെ മൃതദേഹം ഇവിടെ തന്നെയാണുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ആ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റും. അതിനുശേഷം മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് എത്തും. പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികളിലേക്കൊക്കെ തന്നെ പോലീസ് നീങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഏതാണ്ട് ഈ പൊക്കിൾക്കൊടി പോലും മാറ്റാത്ത കുഞ്ഞ് ഏതാണ്ട് ദിവസങ്ങൾ മാത്രമേ അതിന് പ്രായമായിട്ടുള്ളൂ എന്നാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമിക നിഗമനത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ പോലീസ് പറയുന്നത് ഈ കുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് എറിഞ്ഞ് കൊലപ്പെടുത്തിയതാണോ, അല്ലോ കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് ഉപേക്ഷിച്ചതാണോ, ഇങ്ങനെയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ചില സ്ഥിരീകരണങ്ങൾ ലഭ്യമായേണ്ടതായിട്ടുണ്ട്. ഈ വിവരങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങളും പോലീസ് ഇപ്പോൾ പരിശോധിക്കുകയാണ്. ഇത് ചെറിയൊരു അപ്പാർട്ട്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലേക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോ സെക്യൂരിറ്റി സർവീസോ ഒന്നുമില്ല. ഒരു സെക്യൂരിറ്റി മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇദ്ദേഹം പുറത്തേക്ക് എങ്ങാനും ഇറങ്ങുന്ന സമയങ്ങളിൽ അകത്തേക്ക് ആരെങ്കിലും എത്തിയതാണോ, അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ടോ, ആ CCTVകൾ കേന്ദ്രീകരിച്ചൊക്കെ പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. DCP ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സ്ഥലത്തെത്തി ആ പരിശോധനയ്ക്ക് മേൽനോട്ടം നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ACPയും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ആ ഫ്ളാറ്റുകളിൽ എത്തിയ ആളുകളുടെയൊക്കെ തന്നെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിന്റെ മറുവശത്തുള്ള ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളുകളുടെ വിശദാംശങ്ങളും പോലീസ് അവരിൽ നിന്നും തേടുന്നുണ്ട്. രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ നടുറോട്ടിൽ, ഈ പനമ്പള്ളി നഗറിലുള്ള ഈ വിദ്യാനഗർ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഈ കുഞ്ഞിന്റെ മൃതദേഹം ഇങ്ങനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇത് കണ്ടെത്തിയ ആൾ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് ഈ CCTV ദൃശ്യം ലഭിച്ചത്. ഈ CCTV ദൃശ്യത്തിൽ ആമസോണിന്റെ കവറിൽ പൊതിഞ്ഞ നിലയിൽ കുഞ്ഞിനെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുന്ന രീതിയിലാണ് ഈ CCTV ഉള്ളത്. ഈ CCTV കേന്ദ്രീകരിച്ചും പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. ഈ ആമസോണിന്റെ കവറിൽ ചില അഡ്രസ്സുകളുണ്ട്. ഈ അഡ്രസ്സ് ആരുടേതാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും പോലീസ് ഇപ്പോൾ പരിശോധന നടത്തി വരികയാണ്. ഇതിൽ ചില കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ മറ്റും ആരംഭിച്ചിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ കമ്മീഷനുമൊക്കെയായി സംസാരിച്ചപ്പോൾ പോലീസ് പറയുന്ന ചില കാര്യങ്ങൾ, ഈ കുഞ്ഞിനെ നേരത്തെ കൊലപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതാണോ, അതോ ഈ ഫ്ളാറ്റിൽ നിന്ന് കുഞ്ഞിനെ എറിഞ്ഞു കൊലപ്പെടുത്തിയതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം എന്നാണ് ഇപ്പോൾ കമ്മീഷണറും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ശരി, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിഷ്ണു സുരേഷും ചേരുന്നുണ്ട് സംഭവ സ്ഥലത്ത് നിന്ന്. വിഷ്ണുവിന് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്?
വേണു അല്പസമയം മുമ്പ് ഉമാ തോമസ് MLA പ്രതികരിച്ചത് ഈ ഫ്ളാറ്റിൽ ഗർഭിണികൾ ആരുമില്ല എന്നുള്ളതാണ് ആശാ വർക്കർമാരുടെ പട്ടികയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. അത് ഒരു ഗുരുതരമായ ആരോപണവും വിവരവുമാണ്. പിന്നെ എങ്ങനെയാണ് ഈ കുട്ടി ഇവിടെ ഉണ്ടായത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുന്നു. ഒരു പക്ഷേ ഈ ആശുപത്രിയിൽ അല്ല പ്രസവം നടന്നിരിക്കാം, ഒരുപക്ഷെ ഈ ഫ്ളാറ്റിനകത്ത് തന്നെ പ്രസവം നടന്നിട്ടുണ്ടാകാം, ആരെങ്കിലും മറച്ചുവെച്ച് അങ്ങനെ ഒരു സംഭവമായിരിക്കാം എന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് ആണ് നിലവിൽ കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു ഗർഭിണിയുടെ കാര്യം ആശാ വർക്കർമാരുടെ പട്ടികയിൽ ഇല്ല എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി മറ്റ് പുറത്തുനിന്ന് വന്ന ആരുടെയെങ്കിലും കുട്ടിയാണോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വേണം. നേരത്തെ പോലീസും അത്തരത്തിലൊരു സംശയം പങ്കുവച്ചിരുന്നു. കാരണം ഇത് ഫ്ളാറ്റിൽ നിന്ന് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് എത്താനാവില്ല, മറ്റാരെങ്കിലും കൊണ്ടുവന്നിട്ടതാണോ എന്ന കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വേണം എന്നുള്ളതായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉയർന്ന ചോദ്യം. നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതികളിലേക്ക് 24 മണിക്കൂറിനുള്ളിൽ എത്താൻ പറ്റും എന്നുള്ളതാണ് പോലീസിന്റെ ശുഭാപ്തി വിശ്വാസം. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഈ കൊറിയർ കവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും അതോടൊപ്പം തന്നെ ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും മൊഴിയെടുപ്പിലൂടെ പെട്ടെന്ന് പ്രതികളിലേക്ക് എത്താനാകും. നമ്മൾ മനസ്സിലാക്കുന്നത് ചില ആളുകളെല്ലാം ഇതിനോടകം തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അത്തരം ഒരു സൂചനയാണ് സിറ്റി പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി, പോസ്റ്റ്മോർട്ടം നടപടി കൂടി പൂർത്തിയാക്കിയ ശേഷമേ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള വ്യക്തത വരികയുള്ളൂ. അപ്പോഴും ഈ കൊലപാതകം എന്ന് ഉറപ്പിക്കുന്ന പോലീസ് പ്രതിയിലേക്ക് ഉടൻ എത്താനാകും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി മറ്റ് വിശദാംശങ്ങൾ, അതായത് ആശുപത്രിയിൽ നടത്തിയിട്ടുള്ള പ്രസവമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ജില്ലയിലെ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഒരു ടീമിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയും ചെയ്യുന്നു. ദുരൂഹതകൾ ഏറെയാണ്, ഇനിയും ഉത്തരം കിട്ടാനുള്ള ചോദ്യങ്ങൾ ഏറെയുണ്ട്. പക്ഷേ അതിനെല്ലാം ഉടൻ തന്നെ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭ്യമാകും എന്നൊരു ശുഭാപ്തി വിശ്വാസമാണ് നിലവിൽ പങ്കുവെക്കുന്നത്. ഈ കാണുന്നതാണ് അപ്പാർട്ട്മെന്റ്. അപ്പാർട്ട്മെന്റിൽ 3 ഫ്ളാറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ബാക്കിയിടങ്ങളിലെല്ലാം ആളുകൾ ഉണ്ട്. ആ സമയത്ത്, അതായത് ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന സമയത്ത് ഈ വഴി പൂർണ്ണമായും വിജനമായിരുന്നു. തൊട്ടടുത്തുള്ള ഒരു ഡ്രൈവറാണ് ഈ കുട്ടിയുടെ മൃതദേഹം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വസ്തു വന്ന് തെറിച്ച് വീഴുന്നത് കണ്ടത്. പിന്നീടാണ് സെക്യൂരിറ്റി ഉൾപ്പെടെ ഓടി വരികയും ചെയ്തത്. നിലവിൽ പോലീസ് ഈ ഫ്ളാറ്റിലുള്ള ആളുകളെ ചോദ്യം ചെയ്തു വരികയാണ്. ഈ ഫ്ളാറ്റിലുള്ള ആളുകളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രാഥമികമായ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത്. അപ്പോഴും മറ്റു സാധ്യതകളും പോലീസ് തള്ളിക്കളയുന്നില്ല. വേണു, വിഷ്ണു, അവിടെ തന്നെ ഉള്ളവരെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷിക്കുന്നത് എന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു കൃത്യം നിർവഹിച്ചതിന് ശേഷം അതിന് തൊട്ടടുത്ത് തന്നെ അങ്ങനെയെങ്കിൽ ഈ മൃതദേഹം ഉപേക്ഷിക്കുക, അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ? വേണു, അതാണ് പ്രധാനമായും പോലീസിനെ അലട്ടുന്ന ഒരു കാര്യം. കാരണം ഈ റോഡിലേക്ക് ഇത്രയും ആളുകൾ കാണുന്നൊരിടത്തേക്ക് ഇങ്ങനെ കുട്ടിയെ വലിച്ചെറിയുക എന്ന് പറയുന്നത് സ്വാഭാവികമായും എളുപ്പത്തിൽ പോലീസിനെ പിടികൂടാനാകുന്ന ഒരു കാര്യമാണ്. പക്ഷേ മറ്റേതെങ്കിലും മാനസികാവസ്ഥയിലുള്ള ഒരാളാണ് എങ്കിൽ ഒരു പക്ഷേ അതിനുള്ള സാധ്യതയുമുണ്ട്. ആ വശം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഫ്ളാറ്റിൽ നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. 8:15 മൃതദേഹം വന്ന് വീഴുന്നു എന്നുള്ളതാണ് ആ CCTV ഉള്ളത്. അതിനുശേഷം ആർക്കും ഈ ഫ്ളാറ്റിൽ നിന്നാലും പുറത്ത് പോകാൻ സാധിച്ചിട്ടില്ല. ഫ്ളാറ്റിൽ നിന്ന് തന്നെയാണ് വന്നതെങ്കിൽ ഒരുപക്ഷെ ആ കൊലയാളി എന്ന് സംശയിക്കപ്പെടുന്ന ആൾ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടാകും. അത് പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും അതൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുക. നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഏറെക്കുറെയുള്ള സൂചനകൾ പോലീസിന് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ആരാണ് ഈ ക്രൂരകൃത്യം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം പോലീസ് നടത്തുമെന്നാണ് നിലവിൽ വലിയ ശുഭാപ്തി വിശ്വാസം പോലീസിനുമുണ്ട്. കാരണം പരമാവധി തെളിവുകൾ പോലീസിന് ഈ പരിസരത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച തെളിവുകളെല്ലാം ഈ കേസിൽ ഏറ്റവും നിർണായകമാകും. പ്രതികളിലേക്ക് എത്താനും പോലീസിനെ സഹായിക്കും. വേണു, ശരി. കൊച്ചിയിൽ ഫ്ളാറ്റിന്റെ മുകൾ നിലയിൽ നിന്ന് നവജാത ശിശുവിനെ എറിഞ്ഞുകൊന്ന സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു. വിനീത വിജയും വിഷ്ണു സുരേഷുമാണ് വിവരങ്ങൾ നൽകിയത്.